ശ്രീ ഗുരുഭ്യോ നമഃ. SMECT അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം 1202 ആണ്ട് പുതുവർഷ ഫലത്തെക്കുറിച്ചാണ്. ഒരു പുതിയ വർഷമൊക്കെ ആരംഭിക്കുമ്പോൾ എല്ലാവർക്കും വളരെ ആകാംക്ഷയൊക്കെ ഉണ്ടാകുന്നതാണ്. ഓരോ നക്ഷത്രക്കാർക്കും അവരവരുടെ നക്ഷത്ര അടിസ്ഥാനത്തിൽ ഈ വർഷം തൊഴിൽപരമായിട്ടൊക്കെ എങ്ങനെ ഉണ്ടാകും, സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുമോ, തൊഴിൽപരമായി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ എല്ലാവരും സ്വാഭാവികമായി ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ കുടുംബജീവിതം, വിവാഹം, ആരോഗ്യം, വിദ്യാഭ്യാസം, വിദേശയോഗം എന്നിങ്ങനെയുള്ള ഓരോ കാര്യത്തിലും എന്തെല്ലാം സംഭവിക്കും എന്നിങ്ങനെയുള്ള 1000 ചോദ്യങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഉയരുന്നതാണ്. പുതുവർഷം 1202 പിറക്കുന്നത് ചിങ്ങമാസം 1-ാം തീയതി, അതായത് ഓഗസ്റ്റ് 17-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 7:58 ചിത്തിര നക്ഷത്രം 1-ാം പാദത്തിൽ കന്നിക്കൂറിൽ ചിങ്ങരവി സംക്രമം നടക്കുന്നു. ഈ വീഡിയോയിൽ 1202 ആണ്ടിലെ ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓരോ നക്ഷത്രക്കാരുടെയും തൊഴിലിനെ പറ്റിയും ധനസ്ഥിതിയെ പറ്റിയും, വ്യാപാരം, കുടുംബജീവിതം, ദാമ്പത്യം, സന്താനഭാഗ്യം, വിവാഹം, പിന്നെ യാത്രകൾ, വിദ്യാഭ്യാസം, വിദേശയോഗം, ആത്മീയ കാര്യങ്ങൾ തുടങ്ങി ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രധാന കാര്യങ്ങളെ ജ്യോതിഷപരമായി മനസ്സിലാക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഏതെല്ലാം സമയങ്ങളിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പിന്നെ ഏതെല്ലാം അവസരങ്ങൾ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നതിനെല്ലാം പറ്റി വിശദമായി തന്നെ പറയുന്നുണ്ട്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യത്തിനും ജ്യോതിഷ പഠനത്തിനും കൺസൾട്ടേഷനും ഒക്കെ SMECT അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കൺസൾട്ടേഷൻ ഓൺലൈനായിട്ട് മാത്രമേ ഉള്ളൂ. ശരി, ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം സമൃദ്ധിയുടെയും സാമ്പത്തിക വളർച്ചയുടെയും ഒക്കെ വർഷമായിരിക്കും. തൊഴിൽപരമായിട്ടും വ്യാപാരം, കൃഷി, കലാരംഗം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഉള്ള വരുമാനം വർദ്ധിക്കുകയും പിന്നെ പുതിയ പല വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും ഒക്കെ സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ വർദ്ധിക്കും. സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ അവസരങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ വിദേശയാത്രകളോ തീർത്ഥാടന യാത്രകളോ ഒക്കെ നടക്കാനുള്ള ഇടയുണ്ട്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും നടത്തി കൊടുക്കുവാനുമുള്ള അവസരങ്ങളൊക്കെ തന്നെ ഒത്തുവരും. പിന്നെ ആരോഗ്യകാര്യങ്ങളിൽ ഭക്ഷണ ക്രമീകരണം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മഹാവിഷ്ണു പ്രീതി വരുത്തുകയും വിഷ്ണു സഹസ്രനാമജപവും ദോഷഫലങ്ങൾക്ക് ശമനമുണ്ടാക്കുന്നതാണ്. ഇവയെല്ലാം ചന്ദ്രരാശിയുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരുടെയും നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങളാണ്. പിന്നെ നിങ്ങളുടെ ജനനകാല ജാതകത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തത്സമയം നടക്കുന്ന ദശയുടെയും അപഹാരത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട് എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.